അമ്പലത്തറ സ്നേഹവീടിന്റെ നേതൃത്വത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. പ്രശസ്ത കണ്ടന്റ് ക്രിയേറ്ററും ഇൻഫ്ലുവൻസറുമായ ശരത് കുമാർ പെരുമ്പള പരിപാടി ഉദ്ഘാടനം ചെയ്തു. 164 കുട്ടികൾ, ആ 164 കുട്ടികളുടെ കുടുംബം അവര് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ മാത്രമല്ല ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, എൻ്റെ മക്കൾ മാത്രമല്ല ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന് ആ രക്ഷിതാക്കൾ തിരിച്ചറിയുന്ന സമയത്ത്, ആ കുട്ടികൾ തിരിച്ചറിയുന്ന സമയത്ത് അവർക്ക് ഒരുമിക്കാനുള്ള ഒരു സാഹചര്യം, അങ്ങനെയുള്ളൊരു സ്നേഹം നിറഞ്ഞൊഴുകുന്ന വീട്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്ന പോലെ ഇവിടെ സ്നേഹം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ സ്നേഹം കാണുന്ന ഒരു വീട് തന്നെയായി സ്നേഹ വീട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആ കുട്ടികൾക്കും അവരൊരുമിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് കൂടെ നിൽക്കാനും അവരുടെ സ്വപ്നങ്ങൾ നാട് അറിയാനും അവരെ കൈപിടിച്ചു നിർത്താനും വേണ്ടി നമ്മളാലാവുന്ന നിലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ജെൻസി എല്ലാത്തിൽ നിന്നും മാറി നടക്കുന്ന, അവരവരുടെ കാര്യം നോക്കി നടക്കുന്ന ജെൻസി എന്ന് പറയുന്ന ആ ഒരു കൂട്ടം ആളുകളാണ് ഡൽഹിയിലെ സമരത്തിൽ വിജയിച്ച് ഈ നാടിന് മുമ്പിൽ നിറഞ്ഞ മനസ്സോടുകൂടി. ഭിന്നശേഷി മേഖലയിൽ സ്നേഹവീട് ചെയ്തുവരുന്ന പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ യുവതയുടെ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശരത് കുമാർ പെരുമ്പള പറഞ്ഞു. രതീഷ് അമ്പലത്തറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാജേഷ് കറിയ അധ്യക്ഷത വഹിച്ചു. സ്നേഹവീട് ചെയർമാൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ വിഷയാവതരണം നടത്തി. റനീഷ് കണ്ണാടിപ്പാറ, സജിത് കണ്ണൂത്ത്, ശരണ്യ മടികൈ, സംഗീത അഞ്ചാം വയൽ, സുനിൽകുമാർ പാറപ്പള്ളി, പ്രശാന്ത്, ശശി ബാത്തൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.